കറിച്ചട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മട്ടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഒരു 3/4 കിലോയോളം ഞാനൊരു മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മട്ടൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം. ഇനി അതിനെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് പിന്നെ കറുവപ്പട്ട, 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മട്ടൻ മസാലയാണ്. ഇതൊരു പാക്കറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് മുങ്ങി നിൽക്കുന്നത്ര വെള്ളം ഒഴിക്കുക. കാരണം ഇത് കുറച്ച് സൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം, അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ഒഴിക്കണം. സൂപ്പ് വെന്ത് കഴിയുമ്പോൾ സൂപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഒരു 5 വിസിൽ വെച്ച് വേവിക്കുക. കുറച്ച് കറിവേപ്പില, മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അത് വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. കുറച്ച് നമുക്ക് മട്ടൻ മസാലയും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കാരണം മസാല വറുത്താൽ നല്ലൊരു രുചിയായിരിക്കും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്യുവാണ്. മട്ടൻ മസാലയാണത്. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റായാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ സൂപ്പ് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കും ഇതിനകത്തേക്ക്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇത് മതി. ഇതിപ്പോൾ ഞാൻ മട്ടൺ പീസെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാലയുടെ ഒപ്പം. 2 മിനിറ്റ് വെച്ച് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറി റെഡിയാണ്. സൂപ്പറാണ്. ഇതിൻ്റെ സൂപ്പ് നല്ല അടിപൊളി ടേസ്റ്റാണ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയത്. ഈ കറി നമുക്ക് ചപ്പാത്തി, ചോറിന്, റോട്ടിക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.